പാകിസ്ഥാന് തുർക്കി വൻതോതിൽ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ വിതരണം ചെയ്തതായി ഒരു റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഔദ്യോഗിക വിവരങ്ങൾ ഒന്നും നൽകാതെ വളരെ രഹസ്യമായാണ് തുർക്കി പാകിസ്ഥാന് ചില ആയുധങ്ങൾ, ഡ്രോണുകൾ അടക്കമുള്ള ആയുധങ്ങൾ നൽകിയത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നിവ ഉൾപ്പെടുന്ന മക്ക കരാർ കഴിഞ്ഞ ഏകദേശം 2 ആഴ്ച കഴിഞ്ഞാണ് പാകിസ്ഥാനിലേക്കുള്ള ഈ ആയുധ വിതരണം നടന്നത്. ഈ മക്ക കരാറിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 3 രാജ്യങ്ങൾ, അതിൽ ഏതെങ്കിലും ഒരു രാജ്യങ്ങളെ ആക്രമിച്ചാൽ, അതായത് സൗദി അറേബ്യയോ പാകിസ്ഥാനെയോ അല്ലെങ്കിൽ തുർക്കിയെയോ ആക്രമിച്ചാൽ, അതിൽ ഏതെങ്കിലും ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ 3 രാജ്യത്തെയും ആക്രമിച്ചതിന് തുല്യമായി കണക്കാക്കും എന്നാണ് ഈ മക്ക കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഒരു ആക്രമണം തിരിച്ച് ഈ 3 രാജ്യങ്ങളും കൂടെ ഒന്നിച്ച് ഏത് രാജ്യമാണോ ഒരു രാജ്യത്തെ ആക്രമിക്കുന്നത് ആ രാജ്യത്തെ ആക്രമിക്കും എന്നുള്ള നിലയിലാണ് ഈ മക്ക കരാറിന്റെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ്. ഈ ആഴ്ച പാകിസ്ഥാൻ തുർക്കിയിൽ നിന്നും ഒരു ചരക്ക് ആയുധങ്ങൾ ലഭിച്ചതായി സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 19-നും 21-നും ഇടയിൽ C-30 A-400 MS ഉൾപ്പെടെയുള്ള തുർക്കി സൈനിക വിമാനങ്ങൾ ആയുധങ്ങളുമായി പാകിസ്ഥാൻ വ്യോമത്താവളങ്ങളിൽ വന്നിറങ്ങിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. റിപ്പോർട്ടുകൾ പ്രകാരം ഈ ആഴ്ച റാവൽപിണ്ടിയിലെ നൂർ ഖാൻ എയർബേസിലും കറാച്ചിയിലെ മസൂർ എയർബേസിലും തുർക്കി C-130 സൈനിക വിമാനങ്ങൾ നിരീക്ഷണത്തിലായിരുന്നു. തുർക്കിയിൽ നിന്നുള്ള ഒരു A-400M വിമാനം മുർദിക് എയർബേസിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. രാത്രിയിലാണ് ഈ നീക്കങ്ങളെല്ലാം തന്നെ നടന്നത്. പാകിസ്ഥാനിലേക്ക് വലിയൊരു ഡ്രോണുകൾ എത്തിച്ചു. തുർക്കിയിൽ നിന്ന് ബൈറക്ടർ TB2 അക്യുൻസി ഡ്രോണുകൾ, AI ഗൈഡഡ് ക്രൂയിസ് മിസൈലുകൾ എന്നിവയും പാകിസ്ഥാന് ലഭിച്ചുവെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഏകദേശം 60 മണിക്കൂറിൽ പാകിസ്ഥാൻ വ്യോമത്താവളങ്ങളിൽ നിന്ന് സൈനിക ഗതാഗത വിമാനങ്ങൾ പലതവണ ഇറങ്ങുകയും പോകുകയും ചെയ്തതായി സുരക്ഷാ വൃത്തങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. തുർക്കി വിമാനങ്ങൾക്ക് പുറമെ റാവൽപിണ്ടിക്ക് അടുത്തുള്ള പാകിസ്ഥാനിലെ നൂർ ഖാൻ എയർബേസിലും കറാച്ചിയിലെ മസൂർ എയർബേസിലും ചൈനീസ് സൈനിക വിമാനങ്ങൾ ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. പാകിസ്ഥാൻ ഏതെങ്കിലും പ്രധാന സൈനിക തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. തുർക്കി, സൗദി അറേബ്യ എന്നിവയുമായി പാകിസ്ഥാൻ അടുത്തിടെ ഒരു ത്രികക്ഷി പ്രതിരോധ കരാർ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. സമീപ വർഷങ്ങളിൽ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് പതിവായി ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്. തുർക്കിയുടെയും അതോടൊപ്പം തന്നെ ചൈനയുടെയും സഹായത്തോടെ പാകിസ്ഥാൻ തങ്ങളുടെ ആയുധശേഖരം വികസിപ്പിക്കുന്നത് അസാധാരണമല്ല. ഇത്തവണ ഇത് നേടിയെടുത്ത രഹസ്യ രീതി അത് നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ഇനിയിപ്പോൾ ഈ ആയുധങ്ങളെല്ലാം വെച്ചിട്ട് ബലൂചിസ്ഥാനിൽ ഒരു ആക്രമണം നടത്താനാണോ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്, അതോ ഇന്ത്യ ആക്രമിക്കാനാണോ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് എന്നൊരു സംശയം ഇപ്പോൾ ഉണ്ട്. കാരണം ബലൂചിസ്ഥാൻ ഇപ്പോൾ ഒരു സ്വതന്ത്രമായ രാജ്യമായി അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർക്ക് സ്വന്തമായ ഒരു കൊടി, ഒരു കറൻസി, ഒരു ഗീതം, അങ്ങനെയൊക്കെ ഒരു ദേശഗാനമൊക്കെ ഉണ്ടെന്നാണ് ബലൂചിസ്ഥാൻ പറയുന്നത്. നിലവിൽ ഇപ്പോൾ അടുത്തിടെയാണ്, അതായത് 2 ദിവസത്തിന് മുമ്പാണ് ജെയ്ഷെ മുഹമ്മദിന്റെ മൃതിക്ക് അടക്കം ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത്. അതൊക്കെ പാകിസ്ഥാൻ 25 കോടി രൂപ ജെയ്ഷെ മുഹമ്മദിന് നൽകിയാണ് അവരുടെയൊക്കെ സൈനിക, അതായത് മുർദിക്കയുടെയൊക്കെ ഈ ഭീകര കേന്ദ്രങ്ങളും അവരുടെയൊക്കെ സ്കൂളുകളും ഒക്കെ ഒന്ന് പുനർനിർമ്മിച്ചതെന്നാണ് അതിന്റെ ഫോട്ടോകളടക്കം ഇന്നലെ പുറത്തു വന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതെല്ലാം റെഡിയാക്കിയതിനു ശേഷം തുർക്കിയുടെ സഹായത്തോടു കൂടി ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഒരു നീക്കമാണോ ഇപ്പോൾ നടത്തുന്നത് എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും സ്വാഭാവികമായി നമ്മുടെ റോയും അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് ബ്യൂറോയും ഇത് കൃത്യമായി തന്നെ പാകിസ്ഥാന്റെ ഓരോ നീക്കങ്ങളും അവർ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. കാരണം രാത്രിയിലാണ് തുർക്കിയുടെ പല വിമാനങ്ങളും പാകിസ്ഥാനിലേക്ക് റാവൽപിണ്ടിയിൽ വന്ന് ഇറങ്ങിയ ആയുധങ്ങളും ഡ്രോണുകളും അടക്കം പാകിസ്ഥാന് നൽകിയിട്ട് ആ വിമാനങ്ങൾ തിരിച്ചു പോകുന്നത്. അവരുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് സ്വാഭാവികമായി പാകിസ്ഥാനിലുള്ള നമ്മുടെ ഇന്ത്യയുടെ അജ്ഞാതരടക്കം ഇത് കൃത്യമായി തന്നെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, IBക്കും റോയ്ക്കും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാലും പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയൊരു ആക്രമണത്തിന്റെ ഒരു തരി ഇന്ത്യയിലേക്ക് വിട്ടാൽ അത് തിരിച്ച് പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി ബ്രഹ്മോസ് അത് എക്കാലത്തും റെഡിയാക്കി നിർത്തിയിട്ടുണ്ടെന്ന് 3 സൈനിക വിഭാഗങ്ങളും പറഞ്ഞൊരു കാര്യമാണ്. കൂടാതെ പ്രധാനമന്ത്രിയും അടക്കം പറഞ്ഞൊരു കാര്യമാണ്, പ്രതിരോധ മന്ത്രിയും അടക്കം പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് പാകിസ്ഥാന് നല്ലത് ഇനി വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിക്കാതെ മര്യാദയ്ക്ക് അവിടെ ഇരുന്നാൽ നല്ലത് എന്നതാണ് പറഞ്ഞത്. അതായത് ഇന്ത്യ എന്തായാലും പാകിസ്ഥാനെ ചെന്ന് വെറുതെ ആക്രമിക്കത്തില്ല. പാകിസ്ഥാൻ ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു തോന്നിവാസം കാണിച്ചാൽ ഇന്ത്യ ശക്തമായി തന്നെ അത് തിരിച്ചടിക്കും എന്നത് പാകിസ്ഥാൻ പഹൽഗാം ഭീകരാക്രമണത്തോടു കൂടി മനസ്സിലായതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോകാതെ ഇരുന്നാൽ പാകിസ്ഥാന് നല്ലതാണെന്നാണ് ഇന്ത്യയിൽ നിന്നുള്ള പ്രതിരോധ വിദഗ്ധരടക്കം ഒരു മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകുന്നത്.